ഒരു മിനിറ്റ് സ്ക്രീൻ ഷെയർ ചെയ്യണം. ഗൂഗിൾ ഡ്രൈവ്. സാർ എന്താണ് എറർ ഉണ്ടോ? ഇല്ല, അതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. ഒരു മിനിറ്റ്. ആ അക്കൗണ്ട്. വീഡിയോ പ്രസന്റേഷൻ. NDA ആൻഡ് CDS അല്ല. ഷെയർ സ്ക്രീൻ. ഓക്കെ, കാണാമോ? യെസ് സർ, കാണാം. കാണുന്നുണ്ട്. ശബ്ദം ക്ലിയർ അല്ല? ഓക്കെ അല്ല? ഓക്കെ. ഓക്കെ. അപ്പോൾ ഓക്കെ, ഗുഡ് മോർണിംഗ്. പ്രിയമുള്ളവരെ, വിദ്യാർത്ഥികളെ, ഉദ്യോഗാർത്ഥികളെ, ഇന്ന് സിജി സംഘടിപ്പിക്കുന്ന NDA ആൻഡ് CDS ഓറിയന്റേഷൻ പ്രോഗ്രാമിലാണ്. നമുക്കറിയാം, ലോകത്ത് തന്നെ ഏറ്റവും പ്രൗഢഗംഭീരമായ സൈനിക ശക്തിയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്നത് ഓരോ ഭാരതീയൻ്റെയും സ്വപ്നമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ള, അതല്ലെങ്കിൽ +2 ഡിഗ്രി യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഒപ്പം രാജ്യസ്നേഹവും ഉണ്ടെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരനും സേനയുടെ ഭാഗമായി മാറാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ മാതൃരാജ്യത്തെ സേവിക്കാൻ സാധിക്കുന്നു എന്നതിന് പുറമെ ഒരു സ്ഥിരതയുള്ള ഒരു ജോലി, ഉന്നതമായ ശമ്പളം, സമൂഹത്തിൽ ധാരാളം സോഷ്യൽ റെക്കഗ്നിഷൻ, ഈ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുക എന്നുള്ളത് ധാരാളം അവസരങ്ങൾ, സാധ്യതകളുള്ള ഒരു മേഖലയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് സായുധ സേനകളിൽ എങ്ങനെ ജോലി നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ, സിജി, NDA പരീക്ഷയെക്കുറിച്ചും അതുപോലെ തന്നെ CDS പരീക്ഷയെക്കുറിച്ചും ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ രണ്ടിൻ്റെയും ഇപ്പോൾ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ പ്രത്യേകത, രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. +2 സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, അതല്ലെങ്കിൽ +2 യോഗ്യതയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് NDA പരീക്ഷയ്ക്ക്. നമുക്കറിയാം, നാഷണൽ ഡിഫൻസ് അക്കാഡമി, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, അതോടൊപ്പം തന്നെ നാവൽ അക്കാഡമിയിലേക്കും +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക്, അതല്ലെങ്കിൽ +2 സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് +2 ശേഷം ബിരുദ പഠനത്തോടൊപ്പം തന്നെ പട്ടാളത്തിൻ്റെ എല്ലാ പരിശീലനങ്ങളും നേടി പട്ടാളത്തിൽ
ഓഫീസർ റാങ്കിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് NDA പരീക്ഷ, നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷ. അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ നമുക്കറിയാം +2 ആണ്. ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ഏകദേശം 394 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. നമുക്കറിയാം ഈ മാസം 30-ാം തീയതിയാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. സാധാരണഗതിയിൽ NDAക്ക് അപേക്ഷിക്കുന്ന സമയത്ത് 16.5 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ 19 വയസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷനിൽ. ആ ഡേറ്റിന് ശേഷമുള്ള കുട്ടികൾക്ക് ഈ NDAയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക്, അതല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, +2 യോഗ്യത ഉള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ ഈ 394 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൻ്റെ വേക്കൻസി പൊസിഷൻ ഇവിടെ കാണാൻ സാധിക്കും. ആർമിയിൽ 198 ആൺകുട്ടികൾക്കും 10 പെൺകുട്ടികൾക്കുമായിട്ട് 208 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത്. നേവിയിലേക്കാണെങ്കിൽ ടോട്ടൽ 42 ഒഴിവുകളുണ്ട്. എയർഫോഴ്സിലേക്ക് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 92ഉം ഗ്രൗണ്ട് ഡ്യൂട്ടീസ് ബ്രാഞ്ചിലേക്ക് 18ഉം അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് 10ഉം. ഇത് കൂടാതെ നമുക്കറിയാം നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ഏഴിമല നാവിക അക്കാദമിയിലേക്ക് 10+2 കേഡറ്റ് എൻട്രി സ്കീമുണ്ട്. 24 ഒഴിവുകൾ. അങ്ങനെ ടോട്ടൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉൾപ്പെടെ 394 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. +2 എനി സ്ട്രീമിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ +2 സയൻസ് വിഷയങ്ങളെടുത്ത് പോകാൻ പറ്റുന്ന ആളുകൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ആർമിയിലേക്കും എയർഫോഴ്സിലേക്കും നേവിയിലേക്കും അതുകൂടാതെ നേവൽ അക്കാഡമിയിലേക്കും ഇപ്പോൾ +2 പഠിച്ചുകൊണ്ട് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. +2 ക്വാളിഫൈഡ് ആയ കുട്ടികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഏജ് ലിമിറ്റ് നോക്കണം, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കണം. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപേക്ഷ കൊടുക്കുക. ആർമി വിങ്ങിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സംശയം ഉണ്ടാവും +2 ഏത് സ്ട്രീം പഠിക്കണം എന്നുള്ളത്. ആർമിയിലേക്കാണെങ്കിൽ +2 എനി സ്ട്രീം പഠിച്ച കുട്ടിക്ക് ആർമിയിലേക്ക് പോകാം. അതുപോലെ തന്നെ എയർഫോഴ്സിലേക്കും നേവൽ വിങ്ങിലേക്കും ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കും പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ +2 തലത്തിൽ സയൻസ് സബ്ജക്ട്, ദാറ്റ് മീൻസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കമ്പൽസറി ആയി പഠിച്ചിരിക്കണം. അവർക്ക് മാത്രമേ എയർഫോഴ്സിലേക്കും നേവൽ വിങ്ങിലേക്കും ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കും പോകാൻ സാധിക്കുകയുള്ളൂ. ആർമിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടി NDA പരീക്ഷ എഴുതിയിട്ട് ആർമി വിങ്ങിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ +2 എനി സ്ട്രീമാണ്. കൊമേഴ്സ് എടുത്ത കുട്ടിക്കും ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടിക്കും സയൻസ് എടുത്ത കുട്ടിക്കും ആ മേഖലയിലേക്ക് പോകാൻ പറ്റും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ 394 പോസ്റ്റ് നിങ്ങളുടെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റനന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് അവിടെ നമുക്ക് പരിശീലനത്തോടൊപ്പം തന്നെ നമുക്ക് ഡിഗ്രി BBA BSc അതല്ലെങ്കിൽ BTech അങ്ങനെയുള്ള ഡിഗ്രി പഠിച്ച് പരിശീലനം കഴിഞ്ഞ് നമുക്ക് അപ്പോയിൻമെന്റ് വരുന്ന സമയത്ത് നമ്മുടെ പോസ്റ്റ് ലെഫ്റ്റനന്റ് റാങ്കിലേക്കാണ് വരുന്നത്. നമുക്കറിയാം പട്ടാളത്തിൽ വളരെ ഹയർ ലെവലിലുള്ള ഒരു ഓഫീസർ റാങ്കാണ് ലെഫ്റ്റനന്റിൻ്റെ. അപ്പോൾ അതിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഒരു പേ ലെവൽ 10th പേ ലെവൽ സ്കെയിലാണ് അത് വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ 56,100 മുതൽ 1,77,500 സ്കെയിലാണ് വരുന്നത്. ഏകദേശം ഒരു 1 lakh അബോവ് ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് മന്ത്ലി സാലറി ആയിട്ട് വരുന്ന അത്രയും ഉയർന്ന പോസ്റ്റിലേക്ക് വരുന്ന പദവിയിലുള്ള ഒരു പോസ്റ്റാണ് നമുക്ക് NDA വഴി കിട്ടുന്നത്. അപ്പോൾ ലെഫ്റ്റനന്റ് നമുക്ക് മേജർ വരെ ആവാൻ പറ്റും അതുവഴി, അതായത് ക്യാപ്റ്റൻ, മേജർ, പിന്നെ അതേപോലെ തന്നെ ലെഫ്റ്റനന്റ് കേണലിൽ നിന്ന് വീണ്ടും കേണൽ പദവിയിലേക്കും പിന്നെ ബ്രിഗേഡിയർ ആയിട്ടും മേജർ ജനറൽ ആയിട്ടും പിന്നെ അടുത്ത സ്കെയിൽ ലെവൽ 15, 16 അതൊക്കെ അതിൻ്റെ ഹയർ ഗ്രേഡ് സ്കെയിൽ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് COS ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, ആ ഒരു 2.5 ലക്ഷം ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു സാലറി സ്കെയിലിലേക്ക് നമുക്ക് ആ ആർമീൻ്റെ ഏറ്റവും ചീഫ് ലെവലിലേക്ക് വരുന്ന ഓഫീസർമാരായിട്ട് വരുന്നത് NDAക്കാർ. കാരണം NDA എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഏറ്റവും ഉയർന്ന പദവിയിലേക്കാണ് പട്ടാളത്തിലെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റിട്ടയർ ആകുന്ന സമയത്ത് ഏകദേശം ആർമീൻ്റെ ഏറ്റവും ചീഫ് ലെവലിലുള്ള പോസ്റ്റിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് NDA പരീക്ഷ. ഇത് ആർമീൻ്റെതാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനന്റ് കേണൽ, ആ രീതിയിൽ. ഇനി അത് നേവിയിലേക്ക് വരുന്ന സമയത്ത്, എയർഫോഴ്സിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. സബ് ലെഫ്റ്റനന്റും അതുപോലെ തന്നെ ലെഫ്റ്റനന്റും ലെഫ്റ്റനന്റ് കമാൻഡറും. ഇനി എയർഫോഴ്സിലേക്കാണ് ഫ്ലൈയിങ് ഓഫീസർ, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ്, സ്ക്വാഡ്രൺ ലീഡർ, ആ രീതിയിലാണ് അതിന്റെ പേരിൽ അതിന്റെ റാങ്കിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇനി നിങ്ങൾ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ
പഠിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഒരു എമൗണ്ട്, നല്ലൊരു എമൗണ്ട് പെർ മന്ത് കിട്ടും. 56,000 പെർ മന്ത് നിങ്ങൾക്ക് ട്രെയിനിങ്ങിന്റെ ടൈമിൽ തന്നെ കിട്ടും. അപ്പോൾ സ്റ്റൈപ്പൻഡോട് കൂടി ഉയർന്ന ആ, പരിഗണനയോടുകൂടി എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ, അലവൻസുകൾ, ഈ ശമ്പള സ്കെയിലിന് പുറമെ ധാരാളം ആനുകൂല്യങ്ങളുണ്ട്. വ്യത്യസ്തമായ നിരവധി ആനുകൂല്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ സൗജന്യ താമസ സൗകര്യം ഉണ്ടാവും, ഭക്ഷണത്തിന്റെ അലവൻസുകൾ ഉണ്ടാവും, മെഡിക്കൽ അലവൻസുകൾ ഉണ്ടാവും, നമ്മുടെ കുട്ടികളുടെ ഫാമിലിയുടെ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവുകൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ക്യാൻറ്റീൻ സൗകര്യങ്ങൾ കിട്ടും, സൗജന്യ യാത്രകൾ ഉണ്ടാവും, റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ സ്കീം ഉണ്ടാവും. അങ്ങനെ ആകർഷണീയമായ ധാരാളം അലവൻസുകൾ ഈ ശമ്പളത്തിന് പുറമെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിനെ കണ്ട് കൃത്യമായി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും NDA പോലെയുള്ള പരീക്ഷകൾ വഴി നമുക്ക് ഒരു ടോപ്പ് പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. ഇനി അതിന്റെ പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയാണ്, എക്സാം എന്താണ്, അതിന്റെ സിലബസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് കാര്യമായിട്ട് രണ്ട് പേപ്പറുകളാണ് വരുന്നത്. ഒന്ന് മാത്സിന്റെയും അതുപോലെ തന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പേപ്പറുകളാണ് വരുന്നത്. അപ്പൊ മാത്സിൽ നമ്മൾ +2 ലെവലിൽ വരുന്ന ആൾജിബ്ര, കാൽക്കുലസ്, ട്രിഗണോമെട്രി, വെക്ടർ ആൾജിബ്ര, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനത്തെ ഏരിയ എന്നുള്ള ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ്, GAT എന്നാണ് പറയുന്നത്, ജനറൽ നോളജ്. അതിനകത്ത് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ +2 ലെവലിൽ പഠിക്കുന്ന ഗ്രാമറും വൊക്കാബുലറിയും കോംപ്രിഹെൻഷനും ആ രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ ജനറൽ നോളജിലേക്ക് വരുന്ന സമയത്ത് ഒരു ഹിസ്റ്ററി ലെവലിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അത് മോഡേൺ ഇന്ത്യ, ആൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, അതേപോലെ തന്നെ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, പോളിറ്റി ആൻഡ് എക്കണോമിക്സ്, പിന്നെ ജനറൽ സയൻസ് എന്നുള്ള ഭാഗങ്ങളും പ്രതീക്ഷിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ കറണ്ട് അഫയേഴ്സ്, GK. അപ്പൊ ഈ രീതിയിൽ ജനറൽ അബിലിറ്റി ടെസ്റ്റിൽ ഇംഗ്ലീഷും ജനറൽ നോളജും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ആദ്യത്തെ ടെസ്റ്റ് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിന്റെ പേപ്പർ നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ രണ്ടാമത്തെ പേപ്പർ വാല്യൂ ചെയ്യുകയുള്ളൂ. അപ്പൊ അത് ആർമി വിങ്ങിലേക്ക് പോകുന്നതാണെങ്കിലും നേവൽ വിങ്ങിലേക്കാണെങ്കിൽ എയർഫോഴ്സിലേക്കാണെങ്കിലും എല്ലാത്തിലും മാത്സ് കമ്പൽസറിയാണ്. പക്ഷേങ്കിൽ ഒരു NDA, ഒരു ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ പഠിച്ച കുട്ടിക്ക്, മാത്സ് പഠിക്കാത്ത ഒരു കുട്ടിക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അവൻ സ്വന്തമായിട്ട് പഠിച്ച് എഴുതിയെടുക്കാനുള്ള ഒരു അത് വരികയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ ഒരു പരീക്ഷേന്റെ സമയവും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും മാക്സിമം മാർക്കും ആ കാര്യങ്ങൾ നമ്മൾ നോക്കാം. മാത്തമാറ്റിക്സിൽ 2.5 മണിക്കൂറിന്റെ 120 ചോദ്യങ്ങൾ ഉണ്ടാവും, 300 മാർക്കാണ് വരുന്നത്. ജനറൽ ആബിലിറ്റി ടെസ്റ്റ് GAT വരുന്നത് 2.5 മണിക്കൂറാണ്, 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 600-ലാണ് മാർക്ക് വരുന്നത്. പിന്നെ SSBന്റെ ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂ എന്ന് പറയുന്നത് 5 ഡേയ്സ്, 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്റർവ്യൂ ആണ്. നിങ്ങളുടെ കിടത്തവും ഇരുത്തവും സംസാരവും എല്ലാ ചലനങ്ങളും നോക്കുന്ന ഇന്റർവ്യൂ ആണ്. 5 ദിവസം നീണ്ട, അത് ഈ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താലാണ് പിന്നെ രണ്ടാമത്തെ SSBന്റെ ഇന്റർവ്യൂ വരുന്നത്. പിന്നെ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്ത് മെഡിക്കൽ ടെസ്റ്റ്, അങ്ങനെയുള്ള കുറേ ടെസ്റ്റുകൾ വീണ്ടും ഉണ്ടാവും. അപ്പോൾ 300 മാർക്കിന്റെ മാത്തമാറ്റിക്സ്, 600 മാർക്കിന്റെ GAT, SSB ഇന്റർവ്യൂ 900 മാർക്ക്, അങ്ങനെ 1000, 300, 600, 900, പിന്നെ SSBന്റെ 900, അങ്ങനെ 1800-ലാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. മാക്സിമം മാർക്ക് വരുന്നത് 1800-ആണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 2.5 മണിക്കൂറാണ് മാത്സിൻ്റെത്, 120 ചോദ്യങ്ങൾ, 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 150 മിനിറ്റ് കൊണ്ട് 120 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ അത് മാർക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാരണം അതിൽ നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. പിന്നെ ഇൻകറക്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ -0.83 മാർക്കാണ് ഇൻകറക്റ്റ് റോങ് ആൻസറിന് മൈനസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പേപ്പർ സെക്കൻഡ്, GATന്റെ പ്രത്യേകത 200 മാർക്കിലുള്ള ചോദ്യങ്ങളാണ് ജനറൽ നോളജും, അതേപോലെ തന്നെ 150 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ അതിന്റെയും ഇൻകറക്റ്റ് വരുന്ന അതായത് നെഗറ്റീവ് മാർക്കിൽ വ്യത്യാസമുണ്ട്. -1.33 ആണ് ഇതിൽ നെഗറ്റീവ് മാർക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ആൻസർ കൃത്യമായ നിരന്തരമായ പരിശീലനത്തിലൂടെ നമുക്ക് റൈറ്റ് ആൻസർ കൂട്ടാനും റോങ് ആൻസർ കുറക്കാനുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൽ 300 മാർക്ക് 2.5 മണിക്കൂർ, GATയിൽ 600 മാർക്ക് 2.5 മണിക്കൂർ, ടോട്ടൽ ആ ടെസ്റ്റിൽ വരുന്നത് 900 മാർക്കാണ്. SSBയിൽ മാത്രം ഇന്റർവ്യൂവിൽ മാത്രം 900 മാർക്ക് ഉണ്ട്. അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ വെറും പേഴ്സണൽ ഇന്റർവ്യൂ മാത്രമല്ല, അതിന് പുറമെ നിങ്ങളുടെ മൊത്തം ചലനങ്ങൾ, നിങ്ങളുടെ സംസാരം, ഇരുത്തം, കിടത്തം, പെരുമാറ്റം, ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ ആ രീതിയിലാണ് ഇന്റർവ്യൂ. അപ്പൊ അതിന് 900 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 1800-ലാണ് NDAന്റെ പരീക്ഷ വരുന്നത്. അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് നമ്മളെ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ വേണ്ടത് അതിന്റെ സിലബസിലൂടെ കടന്നു പോവുക, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്,
നമ്മൾ ആ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ടൈം മാനേജ്മെന്റ്, നമുക്ക് ആ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട്, നമുക്കറിയാം റാങ്ക് ഫയലൊക്കെ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഒന്ന് NDA 2026 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റാങ്ക് ഫയൽ വരും. ആ റാങ്ക് ഫയൽ 500 രൂപ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പ്രാക്ടീസ് ചെയ്യാം. ഓരോ ദിവസവും ഒന്നോ രണ്ടോ പേപ്പർ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് കാണാൻ സാധിക്കും. അങ്ങനെ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശീലനം ഇതിന് ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ അക്യുറസി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണം. നമുക്ക് അറിയാം, തുടക്കത്തിലുള്ള ആളുകളൊക്കെ ആകുന്ന സമയത്ത് വേണ്ടത്ര പിന്നെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. പിന്നെ നമുക്കത് മാർക്ക് അത്ര അധികം സ്കോർ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടാവും. അപ്പോൾ അത് നിരന്തരമായ പരിശീലനത്തിലൂടെ, നിങ്ങളിപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ, ഇനിയിപ്പോൾ ഫസ്റ്റ് ഇയർ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ അതിൻ്റെ ഒരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി നിരന്തരമായ ഒരു പരിശീലനം, സ്വയമായിട്ടുള്ള പരിശീലനങ്ങൾ എടുക്കാം. ഇനി ഏതെങ്കിലും കോച്ചിങ്ങോ അതല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ്ങോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉള്ള അവസരങ്ങൾ, സൗകര്യങ്ങൾ, സാധ്യതകൾ ഇപ്പോൾ ഉണ്ട്, എല്ലാ തരത്തിലുള്ള സാധ്യതകളും. അപ്പം ആ രീതിയിൽ പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1900 മാർക്കിന്റെ പരീക്ഷയിൽ നല്ല സ്കോർ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 900-ന്റെ ഈ SSB ഇന്റർവ്യൂവിൽ നന്നായിട്ട് നമുക്ക് പിന്നെ കോൺഫിഡൻസ് നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ ഇന്റർവ്യൂവിലൊക്കെ നമുക്ക് നന്നായിട്ട് തിളങ്ങാൻ സാധിക്കും. തീർച്ചയായും പിന്നെ ഇത് കൃത്യമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേങ്കിൽ ആളുകൾ ഇതിനെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരല്ല. പ്രത്യേകിച്ച് +2 കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം NDA പരീക്ഷയെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരല്ലാത്തത് കൊണ്ടാണ് പല ആളുകളും അതിൽ ഇതായിപ്പോ. അപ്പൊ എന്തായാലും ഒരു 300-400ഓളം ഒഴിവുകൾ വരുന്നുണ്ട് അതിനകത്ത്. അപ്പൊ ഈ മാസം 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കേണ്ടത്. ഇതിന്റെ പരീക്ഷാ ഡേറ്റ് വരുന്നത് ഏപ്രിൽ 12-നാണ്. അപ്പൊ അതിന്റെ ഒരാഴ്ച മുമ്പ് നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടും സൈറ്റിൽ കയറി കഴിഞ്ഞാൽ. അപ്പൊ ഇപ്പൊ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അപ്പൊ ഒരു 3-3.5 മാസം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഒരു 3-4 മണിക്കൂർ ഇതിനു വേണ്ടി നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് മാത്സും അതേപോലെ തന്നെ മറ്റു വിഷയങ്ങളൊക്കെ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ, സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ PYPs ഉണ്ട് അല്ലെ, PYQs, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് റാങ്ക് ഫയലിൽ നിന്ന് ഇഷ്ടംപോലെ കിട്ടും. ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്, പിന്നെ ഓൺലൈൻ പരിശീലനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നല്ല കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് 10-ാം +2 കഴിയുമ്പോൾ തന്നെ ഒരു പട്ടാളത്തിൽ, ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ നമുക്കൊരു ഓഫീസറായിട്ട് വരാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് പരിശീലനം കൂടെ തന്നെ ഡിഗ്രി ഉണ്ടാവും. BA, BBA, BSc അല്ലെങ്കിൽ BTech ഇങ്ങനെയുള്ള ഡിഗ്രി നമുക്ക് അതിന്റെ കൂടെ തന്നെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNUവിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുക. ആ ഡിഗ്രി പൂർത്തിയാക്കുന്നതോടുകൂടി നമ്മുടെ പട്ടാളത്തിന്റെ പരിശീലനങ്ങളും പൂർത്തിയാവും. അതോടുകൂടി നമുക്ക് പട്ടാളത്തിലേക്ക് ലെഫ്റ്റനന്റ് റാങ്കിലേക്ക് നമുക്ക് പ്രവേശിക്കാനും സാധിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ് NDA പരീക്ഷ +2. ഇനിയിപ്പോൾ +2-ല് ഇങ്ങനെ ഇത്തരം മത്സര പരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് NDA പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങി കച്ചകെട്ടി ഇറങ്ങി അഥവാ നിർഭാഗ്യവശാൽ കിട്ടിയില്ല എന്നായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവർ നിരാശപ്പെടേണ്ടതില്ല. പട്ടാളത്തിൽ തന്നെ പോകാൻ തയ്യാറാണ്, മികച്ച ശാരീരിക മെഡിക്കൽ ആയിട്ടൊക്കെ ഫിറ്റ് ആണെങ്കിൽ അവർക്ക് ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കാം, BTechന് ചേർന്ന് പഠിക്കാം. ഇനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും BScക്കോ BAക്കോ BBAക്കോ ചേർന്ന് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയത്താകുമ്പോഴേക്ക് ഏകദേശം ഒരു 19 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. 19 വയസ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ NDA പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പട്ടാളത്തിൽ ഒരു ഓഫീസറായിട്ട് വരണം, ഡിഗ്രി കഴിഞ്ഞിട്ട് പട്ടാളത്തിലേക്ക് ചേരണം എന്നുള്ള ഒരു ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, CDS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഇപ്പൊ CDS പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കണം. ഇപ്പൊ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. NDAയുടെ കൂടെ തന്നെ ഇതെല്ലാം UPSC ആണ് പരീക്ഷയ്ക്ക് അപേക്ഷ വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പട്ടാളത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്ന പ്രധാനപ്പെട്ട 2 പരീക്ഷകളാണ്. ഒന്ന് NDAൻ്റെതും മറ്റൊന്ന് CDS-ന്റെ. NDA പരീക്ഷ +2 കഴിഞ്ഞ ആളുകൾക്ക് എഴുതാം. CDS പരീക്ഷ പിന്നെ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാം. പിന്നെ മറ്റൊരു പ്രത്യേകത ശ്രദ്ധിക്കണം, ഇത് 2 പരീക്ഷയും വർഷത്തിൽ 2 തവണ നടത്തും. ഇപ്പം ഡിസംബറിൽ ഇപ്പൊ വിളിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒരു ജൂൺ ആകുമ്പോൾ വീണ്ടും പുതിയൊരു നോട്ടിഫിക്കേഷൻ വരും. എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. വർഷത്തിൽ 2 തവണ പരീക്ഷ എഴുതാൻ പറ്റും. അപ്പം NDA പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പിന്നെ പരീക്ഷകൾ 1-2 വർഷം എഴുതിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം CDS പരീക്ഷ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അവൻ അതിന്റെ ഒരു മെത്തേഡ് മനസ്സിലായിട്ടുണ്ട്. അതേ പോസ്റ്റിലേക്ക് തന്നെ, ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്ക് തന്നെയാണ് CDS വഴിയും വരുന്നത്. ഏകദേശം 450-ലധികം പോസ്റ്റുകളിലേക്കാണ് ഇപ്പൊ അപേക്ഷ വിളിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 451 പോസ്റ്റിലേക്കാണ് വിളിച്ചത്. അത് നേരത്തെ പറഞ്ഞ അതേ
പിന്നെ നമ്മുടെ സേനയുടെ 3 ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, അതുപോലെ തന്നെ OTA, പിന്നെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഉണ്ട്, ഇന്ത്യൻ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ഉണ്ട്, അതേപോലെ തന്നെ എയർഫോഴ്സ് അക്കാഡമി ഉണ്ട്, നേവൽ അക്കാഡമി. ഈ 4 അക്കാഡമിയിലേക്കും UPSC CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം വഴിയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ലെഫ്റ്റനന്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്. നേരത്തെ എനി +2 എന്ന് പറഞ്ഞതുപോലെ തന്നെ എനി ഡിഗ്രിയാണ് UPSCയിലേക്ക് വരുന്ന സമയത്ത് ഇതിലേക്ക് വരുന്നത്. പക്ഷെ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്, ചില വിഷയങ്ങളിൽ വ്യത്യാസം ഞാൻ പറയാം. പിന്നെ ഇത് ഇവിടെ ഒരു ഇത് കാണാൻ നിങ്ങൾക്ക് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് ഇപ്പം വന്നിരിക്കുന്ന ഒഴിവിൽ 451 ഒഴിവിൽ 100 ഒഴിവുകളും IMAയിലാണ്, അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കാണ്. ഇന്ത്യൻ നാവൽ അക്കാഡമിയിലേക്ക് 26 ആണ്. അതുപോലെ തന്നെ NCC C സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരക്കാർക്ക് ഒരു നിശ്ചിത സീറ്റ് റിസർവേഷൻ ഉണ്ടാവും. എയർഫോഴ്സിലേക്ക് അക്കാഡമിയിലേക്ക് 32 ആണ്. പിന്നെ OTA ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് 275, ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നത് OTA-യിലേക്കാണ്. മദ്രാസിലാണ് OTA. അത് എനി ഡിഗ്രിയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിൽ, അവിടെ ഒരു 18 ഒഴിവ് വരുന്നുണ്ട്. അങ്ങനെ 451 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് പിന്നെ ആർമി വിങ്ങിലേക്കാണെങ്കിൽ, OTA-യിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എനി ഡിഗ്രി എന്നുള്ള നിലക്ക് പോകാം, നോ പ്രോബ്ലം. അതേ സ്ഥാനത്ത് എയർഫോഴ്സിലും നേവൽ വിങ്ങിലേക്കും ആണെങ്കിൽ BTech ആണ് വേണ്ടത്. എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ചിലതിന് BSc ഉണ്ട്, BSc ഫിസിക്സ്, BSc മാത്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആർമി വിങ്ങിലേക്കാണെങ്കിൽ എനി ഡിഗ്രി എന്നുള്ള നിലക്ക് പോകാം, BTechകാർക്കും പോകാം, അല്ലാത്തവർക്കും പോകാം. എയർഫോഴ്സ് നേവി ഒക്കെ ആണെങ്കിൽ പിന്നെ BTech, BSc ഫിസിക്സ് അങ്ങനെയുള്ള കോഴ്സുകൾ കഴിഞ്ഞ ആളുകൾക്കാണ് അതിലേക്ക്. അതിന്റെ സാലറി സ്കെയിൽ നോക്കാം, 56,100 തുടങ്ങിയിട്ട് 1,77,000 വരെ നീണ്ടു കിടക്കുന്ന സാലറി സ്കെയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 1 lakh അബോവ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരുന്നു. പിന്നെ ധാരാളം പിന്നെ അലവൻസുകൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ആകർഷണീയമായതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സേഫാണ്. നിങ്ങൾ രാജ്യത്തെ സേഫാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഫാമിലിയെ, നിങ്ങളുടെ ലൈഫിനെ സെക്യൂർ ചെയ്യുന്നുണ്ട് പട്ടാളം. അല്ലേ? അതിൽ പിന്നെ ഏജിൽ കുറെ ഡിഫറൻസ് കാണാം, ഓരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസം. സാധാരണ അതിൽ 19 വയസ്സ് മുതൽ 24 വയസ്സ് വരെ, അതായത് നമുക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം, ഡിഗ്രി ഫൈനൽ. അപ്പൊ എന്തായാലും ഒരു ചില കുട്ടികൾ 19 അല്ലെങ്കിൽ 20 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അതൊരു 24 വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും. അത് OTA ആണെങ്കിൽ ഒരു 25 ഇയേഴ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ചെറിയ ചെറിയ ചില ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിന്റെ ഏത് ഡേറ്റിനാണ് പിന്നെ ആ ഏജ് പൂർത്തിയാകുന്നതൊക്കെ കൃത്യമായി അതിൽ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ. അപ്പൊ അത് നോക്കിയിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപ്പൊ എന്തായാലും +2കാരൊക്കെ ആണെങ്കിൽ ഈ NDAക്ക് അപേക്ഷ കൊടുക്കുക. അതിന്റെ പരീക്ഷ എഴുതി നന്നായിട്ട് പരിചയം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഡിഗ്രി കഴിയുമ്പോഴേക്ക്, അഥവാ NDA കിട്ടിയില്ലെങ്കിൽ നമുക്ക് CDS ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആ 451 പോസ്റ്റുകളിലേക്ക് നമുക്ക് CDSലേക്ക് ഒരു ഡിഗ്രി കഴിയുമ്പോഴേക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതില് പിന്നെ ഇപ്പം നേരത്തെ NDA പറഞ്ഞ പോലെ തന്നെ CDSലേക്ക് ഇപ്പൊ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 30-ാം തീയതിയാണ്, ഈ മാസം 30-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ UPSCയുടെ സൈറ്റ് കയറിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. NDA ആണെങ്കിലും പിന്നെ CDS ആണെങ്കിലും എല്ലാം UPSC ആണ് പരീക്ഷ നടത്തുന്നത്. അപ്പൊ അതിന്റെ അപ്ലൈ ഡേറ്റ്, കട്ട് ഓഫ് ഡേറ്റ് നമ്മൾ മനസ്സിലാക്കണം, ഏജ് മനസ്സിലാക്കണം. നമ്മുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സിലബസും അതേപോലെ തന്നെ എക്സാം പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ NDAന്റെ അതേ ഏകദേശം അതേ ചെറിയ വ്യത്യാസത്തോടു കൂടി ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്, പിന്നെ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, ജനറൽ നോളജ് വരുന്നുണ്ട്, പിന്നെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഏരിയ ഉള്ളു. അപ്പം കാര്യമായിട്ട് 2-3 പേപ്പറാണ് വരുന്നത്. നമുക്ക് അതിന്റെ CDSന്റെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇംഗ്ലീഷിന്റെ ഒരു പേപ്പർ വരുന്നുണ്ട്, 120 ചോദ്യങ്ങൾ ഉണ്ടാവും, 100 മാർക്കാണ് വരിക. 0.83 മാർക്കാണ് റോങ് ആൻസറിന് മൈനസ് വരുന്നത്. സോറി, പിന്നെ കറക്റ്റ് ആൻസറിന് വരുന്നത്. റോങ് ആൻസറിന് വരുന്നത് 0.27 മാർക്കാണ് മൈനസ് വരുന്നത്. ജനറൽ നോളജ് ആണെങ്കിൽ 120 ചോദ്യങ്ങൾ ഉണ്ടാവും, 100 മാർക്കാണ് വരുന്നത്. ഒരു ചോദ്യത്തിന് 0.83 മാർക്കാണ് വരുന്നത്. 0.27 നെഗറ്റീവ് മാർക്കായിട്ട് വരും ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ. എലിമെന്ററി മാത്തമാറ്റിക്സ് ആണെങ്കിൽ 100 ചോദ്യം 100 മാർക്ക്, ഒരു ചോദ്യത്തിന് 1 മാർക്കായിട്ടാണ് വരുന്നത്. മൈനസ് വരുന്നത് 0.33 ആണ്. അപ്പോൾ ഓരോന്നിനും വലിയ ഡിഫറൻസ് ഉണ്ട്. അതിന്റെ മാർക്ക്, ഓരോ ചോദ്യത്തിന് എത്ര മാർക്കാണ്, ഒന്നിന് മൈനസ് മാർക്ക് എത്രയാണ്, ആ രീതി. അപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടോട്ടൽ വരുന്നത് 340 ആണ്. പിന്നെ ടോട്ടൽ മാർക്ക് വരുന്നത് 300 ആണ്. ഇതാണ് CDSന്റെ രീതി. മറ്റത് നമ്മൾ നേരത്തെ പറഞ്ഞു NDA. ഒന്നുകൂടി വ്യക്തമായി കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, GK, എലിമെന്ററി മാത്തമാറ്റിക്സ് ഓരോന്നിനും 2 മണിക്കൂർ വീതമുണ്ട്. 100 മാർക്ക് വരുന്ന
പിന്നെ അതേപോലെ തന്നെ അത് ഒ ടി എയിലേക്കാണെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒ ടി എയിലേക്ക് ഇംഗ്ലീഷും ജി കെ മാത്രമേ ഉള്ളൂ, മാത്തമാറ്റിക്സ് ഇല്ല. ഇപ്പോൾ മാത്സ് പഠിക്കാത്ത ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ മാത്സ് വീക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, മാത്സ് അത്ര പുവറാണ്, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഒ ടി എ സെലക്ട് ചെയ്യാം. അതിൽ ഇംഗ്ലീഷും ജി കെ മാത്രമാണ് വരുന്നത്. 2 മണിക്കൂർ വീതം ഉള്ള പരീക്ഷയാണ്, 100 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ റാങ്ക് ഫയലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മാർക്കറ്റിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. UPSC CDS 2026 റാങ്ക് ഫയൽ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബുക്സ് അവൈലബിൾ ആണ്. പല കമ്പനികളുടെ ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സെറ്റ് കാണാം. അത് ടൈം വെച്ചിട്ട് വീട്ടിൽ ഇരുന്നിട്ട് 2-3 മണിക്കൂർ ഇരുന്നിട്ട് ചിലവാക്കിയിട്ട് നിങ്ങൾ ഓരോ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ തീർച്ചയായും ആദ്യമായിട്ടൊക്കെ അതിലൊക്കെ വരുന്ന ആളുകൾക്ക് സംബന്ധിച്ച് ചെറിയ മാർക്കേ കിട്ടും. നമുക്ക് തന്നെ പിന്നെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം, ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട്. എന്നിട്ട് അതിൽ തന്നെ നമുക്ക് പിന്നെ കറക്റ്റ് ആൻസേഴ്സ് കാണാം, അതിൻ്റെ ആൻസർ കീ ഉണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ തന്നെ വാല്യുവേഷൻ നടത്തുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര മാർക്ക് കിട്ടിയത്. അപ്പോൾ റോങ് ആയിട്ട് വന്ന കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ അടുത്ത പേജിൽ കാണാം, അത് വെച്ചിട്ട് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ അതിന് ശേഷം അടുത്തൊരു ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നിരന്തരമായ പരിശീലനത്തിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, അതല്ലെങ്കിൽ ഒരു സെക്കൻഡ് അറ്റംപ്റ്റിലെങ്കിലും നമുക്ക് കിട്ടാൻ സാധിക്കും. ഒരു NDA എഴുതിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് CDS ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരളീയരായിട്ടുള്ള ആളുകളൊക്കെ ഈ CDSലും NDAയിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ ധാരാളം വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഒഴിവാക്കണമെങ്കിൽ ആദ്യം ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ തീർച്ചയായും അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പരിശീലനം, നിരന്തരമായ ഒരു പരിശീലനം, ഒരു ഒരുക്കം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അതേപോലെ തന്നെ അതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യം ഓരോന്നിനും ഓരോ വ്യത്യസ്തമായിട്ട്, അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് ഇവിടെ കാണിക്കാത്തത്. പിന്നെ നിങ്ങൾക്ക് എത്ര ഹൈറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഹൈറ്റ് ചിലപ്പം ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ 170 സെന്റിമീറ്റർ ആണെങ്കിൽ ചില ആൾ, അത് മിനിമം ആണെങ്കിൽ ചിലപ്പോൾ 171 172 ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ അതിന് ആനുപാതികമായിട്ടുള്ള വെയിറ്റ് ഉണ്ടാവണം. പിന്നെ അതുപോലെ ചെസ്റ്റ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ജനറൽ ഡ്യൂട്ടി ബ്രാഞ്ചസിലാണെങ്കിൽ മെയിലിന് 157 സെന്റിമീറ്റർ ആണ് വേണ്ടത് ഹൈറ്റ്, ഫീമെയിലിന് 152 സെന്റിമീറ്റർ ആണ് വേണ്ടത്. അത് ഫ്ലൈയിങ് ഡ്യൂട്ടി ബ്രാഞ്ചിലാണെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. പൈലറ്റ്, ഫൈറ്റ് ടെസ്റ്റ് എഞ്ചിനീയേഴ്സ് ഒക്കെ ആണെങ്കിൽ 162 സെന്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓഫീസേഴ്സ് ആൻഡ് എയർമാൻ ഹു അപ്ലൈ ഫോർ എയർ ക്രൂ ഡ്യൂട്ടീസ് ആണെങ്കിൽ 157 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ അത് ഓരോന്നും പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറിക്കാണോ ഉദ്ദേശിക്കുന്നത് ആ കാറ്റഗറിക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത്, വെയിറ്റ് വേണ്ടത്, അതൊക്കെ അതിന്റെ ചാർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 പേജുള്ള ചാർട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അത് കൃത്യമായി നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ ക്ലിയർ ആയ ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. അപ്പോൾ ധാരാളം ആളുകൾക്ക് ഇതിനൊരു സംശയം, എങ്ങനെയാണ് ഇത് അപേക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് NDA ആണെങ്കിലും CDS ആണെങ്കിലും നിങ്ങൾ UPSCയുടെ സൈറ്റിൽ കയറിയിട്ട് ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ നടത്തും. നമ്മൾ PSCക്കൊക്കെ അപേക്ഷിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിന് 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷനിൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ A to Z കാര്യങ്ങൾ അതിനകത്ത് കൊടുക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുക്കണം. നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്, അത് ക്യാപ്ചർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം. അതാണ് 1 ടൈം രജിസ്ട്രേഷൻ. ഒരു 1 ടൈം രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ ID കിട്ടും. നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു യൂസർ ID കിട്ടും, ഒരു പാസ്വേഡും ഉണ്ടാവും. അത് നിങ്ങളൊരു ഡയറിയിൽ സൂക്ഷിച്ച് എഴുതി വെക്കുക. പിന്നെ ഇതേപോലെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് UPSCയുടെ സൈറ്റിൽ കയറി നമ്മൾ ലോഗിൻ ചെയ്യണം. ഈ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ലോഗിൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവിടെ കാണിക്കും. അപ്പോൾ ഇപ്പം CDSും ND ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ നടത്താൻ കുറച്ച് ടൈം എടുക്കുക. പിന്നെ ഓരോ സമയത്ത് 6 മാസം കൂടുമ്പോൾ ഇതിൻ്റെ അപേക്ഷകൾ വരും. ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ UPSConline.nic.in എന്നുള്ള സൈറ്റ് വഴിയാണ് നമ്മൾ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ പിന്നെ അപ്ലൈ ചെയ്യണം. ഈ രീതിയിലാണ് NDA ആണെങ്കിലും അതേപോലെ തന്നെ CDS ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ ഒരു രത്ന ചുരുക്കമായിട്ട് CDS ആണെങ്കിലും അതുപോലെ തന്നെ NDA ആണെങ്കിലും നമുക്ക് പറയാനുള്ളത്. ഒരു പിന്നെ നിങ്ങൾക്കൊരു
ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക, അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സ്ലൈഡിലൂടെ, ഈ ഒരു പ്രസന്റേഷനിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കിയിട്ടോ ഇനി അതല്ലെങ്കിൽ വേറെ എന്താണോ വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. യെസ്. ആരും ഇല്ലേ? കേൾക്കുന്നില്ല? ഹലോ? യെസ് സർ, കേൾക്കാം. കേൾക്കാം. എനിബഡി? You can ask your doubts, your queries. Hi sir. Yes, tell me. What Sir, is your doubt? sir, ഞാനിപ്പോ ആക്ച്വലി 15 വയസ്സാണ് എനിക്കിപ്പോ. ഞാൻ NDA 2027 അറ്റംപ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. Okay. സോ അതിനുവേണ്ടി കുറച്ചൊരു നല്ല പ്ലാൻ പറഞ്ഞുതരാം. എനിക്ക് മോർ ദാൻ 1 ഇയർ ഉണ്ട്. ഇപ്പൊ SLC ആണോ? അല്ല, ഇപ്പൊ +1. +1 ആണോ? ഓക്കെ. അപ്പോൾ +2ന്റെ കൂടെ തന്നെ അടുത്ത വർഷം എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യാം. എന്നിട്ടൊരു സ്വന്തമായിട്ടൊരു പ്രിപ്പറേഷൻ നടത്തി നോക്കുക +2ന്റെ കൂടെ തന്നെ. ഇനി അങ്ങനെ ആവുന്നില്ല എങ്കിൽ +2 പഠനം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഒരു 1 ഇയർ ഇതിൻ്റെ തന്നെ NDAൻ്റെ തന്നെ കോച്ചിങ് കൊടുക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ. പൂനെ ബേസ് ചെയ്തിട്ട് NDA അക്കാഡമി എന്ന് പറയുന്നത് പൂനെയിലാണ്, കടക്വാസിലെ പൂനെയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ധാരാളം NDA കോച്ചിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കാണാം. പ്രത്യേകിച്ച് നമ്മളെ മലയാളികളൊക്കെ നടത്തുന്ന ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്, നല്ല റിസൾട്ടൊക്കെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഇനി നിങ്ങൾക്ക് സ്വന്തം നിലക്ക് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് +2ന്റെ കൂടെ തന്നെ എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വർഷം ഇപ്പം തന്നെ നോക്കുക, അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് 2 പ്രാവശ്യം നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അപ്പോൾ ആദ്യത്തെ തവണ നിങ്ങൾക്ക് ഒരു ഏകദേശം അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ രണ്ടാമത്തെ തവണ വീണ്ടും വിളിക്കുന്ന സമയത്ത് ഒന്നും കൂടി സീരിയസ് ആയിട്ട് നിങ്ങൾ അതിനെ കാണുകയാണെങ്കിൽ തീർച്ചയായും +2ന്റെ കൂടെ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അഥവാ അങ്ങനെ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു വൺ ഇയർ ഒരു കോച്ചിങ്, ഒരു 6 months കോച്ചിങ് എടുത്തിട്ട് ആ രീതിയിൽ നോക്കാം. ഓക്കെ. ക്ലിയർ? യെസ് സർ, താങ്ക് യു. ഓക്കെ, എനി അതർ ക്വറീസ്? സർ, കുട്ടികൾ ഈ ഫീൽഡിലേക്ക് വരുന്നത് വളരെ കുറവാണ്. അതിന്റെ ഒരു കാരണം ഇതിന്റെ പാസ് പെർസെന്റേജ്, ഈ ടെസ്റ്റ് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നവരുടെ പെർസെന്റേജ് വളരെ കുറവാണ് കുറവാണ്. ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ഈ മേഖല താല്പര്യപ്പെടാറില്ല. അതിലൊരു യാഥാർത്ഥ്യം ഉണ്ടോ എന്നാണ് അതിന്റെ വസ്തുത. ഉണ്ട്. എന്തായാലും ഈ ഒരു നമ്പർ ഓഫ് വാക്കൻസീസ് ഉണ്ടല്ലോ, ഒരു അറൗണ്ട് 400 450, ആ ഒരു ബിലോ 500 ആണ് എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ ആ റേഞ്ചിലേക്കുള്ള ആളുകളെ തന്നെയാണ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് തന്നെയാണ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ ആകെ ഒരു ഒഴിവേ വേണ്ടുള്ളൂ. നമുക്കിപ്പോൾ 1000 ആയാലും 10000 ആയാലും നമുക്കൊരു ഒഴിവേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള, വളരെ എക്സലൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്, കാലിബറുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും അവരെ നമുക്ക് ഇതിലേക്കൊന്ന് ഒരു അവയർനെസ് കൊടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അവരെ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇന്റലിജൻസ് ഉണ്ടായിരിക്കണം, നല്ല ബുദ്ധിപരമായിട്ടുള്ള കുട്ടികളായിരിക്കണം, പഠനത്തിൽ മിടുക്കന്മാരായിരിക്കണം. അതോടൊപ്പം തന്നെ ശാരീരികമായിട്ട് ഫിസിക്കലി അവർ ഫിറ്റ് ആയിരിക്കണം. പ്രത്യേകിച്ച് അതിൻ്റെ മെഷർമെന്റ് കാര്യങ്ങൾ, അതുകൂടാതെ ഫിസിക്കലി ആൻഡ് മെഡിക്കലി അവർ ഫിറ്റ് ആയിരിക്കണം. യാതൊരു മെഡിക്കലിലൊക്കെ നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ കാണാം, നമ്മുടെ ഓരോ കൈയും കാലും കണ്ണും ചെവിയും എല്ലാം വളരെ കൃത്യമായിട്ട് പരിശോധിക്കും. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ അതിന് എലിജിബിൾ ആണോ എന്ന് നോക്കിയതിന് ശേഷം വളരെ കാലിബർ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രദേശത്തു നിന്നുള്ള ആളുകളൊക്കെ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അത് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ധാരാളം ആളുകൾ ഈ മേഖലയിലേക്ക് വരാത്തത്. പിന്നെ ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാമാണ്, കുറച്ചൊരു ഡിഫിക്കൽട്ടി ലെവലിൽ കൂടിയ ഒരു പരീക്ഷ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പരിശീലനം എന്തായാലും നമ്മൾ സ്വന്തമായിട്ടാണെങ്കിലും കോച്ചിങ്ങിന് പോയിട്ടാണെങ്കിലും നമ്മൾ ആ രീതിയിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് നമുക്ക് ലെവലൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രദേശത്തു നിന്നുള്ള ആളുകളെയൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ. താങ്ക് യു, ഇറ്റ്സ് വെരി കൺവിൻസിങ്. മറ്റൊന്ന് കുട്ടികൾ പറയാറുള്ളത്, നല്ല കാലിബറും പൊട്ടൻഷ്യലും ഉള്ള കുട്ടികൾ ഈ മേഖലയിൽ പോയി, ഇതൊരു അടഞ്ഞ മേഖലയാണ്, നമുക്കൊരു പരിധിയിലപ്പുറം ഇവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ എക്സ്പ്രസ് ചെയ്യാനോ നമുക്ക് ഗ്രോത്തിനോ സാധ്യത കുറവാണ്.
അപ്പോൾ ഇതിനേക്കാൾ നല്ലത് ഇത്ര പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളെ മറ്റേതെങ്കിലും മേഖലയിൽ പ്രിഫർ ചെയ്യുന്നതല്ലേ എന്ന് കുട്ടികൾ തന്നെ സ്വയം മുന്നോട്ട് വന്ന് പറയാറുണ്ട്. അതിന്റെ വസ്തുത എന്താണ്? അല്ല, അതിപ്പോ എന്ന് വെച്ചാൽ നമ്മളിപ്പോ സാധാരണ കരിയർ കൗൺസിലിങ്ങിലൊക്കെ ഗൈഡൻസ് ക്ലാസ്സിലൊക്കെ പറയും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ട് നമ്മുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് കുട്ടീന്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ്, കുട്ടിയുടെ ഇൻട്രസ്റ്റ്, കുട്ടിയുടെ പേഴ്സണാലിറ്റി ടൈപ്പ്, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി പരിഗണിക്കാം. നമുക്കിപ്പോ എല്ലാ ആളുകൾക്കും ഇപ്പൊ നല്ല കാര്യമുള്ള കുട്ടിയാണെങ്കിൽ തന്നെ എല്ലാ ആളുകൾക്കും ചിലപ്പോൾ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കാൻ താല്പര്യം ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കണം എന്നില്ല. അപ്പൊ കുട്ടിയുടെ അഭിരുചിയിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ചില കുട്ടിക്ക് ഗവേഷണ മേഖലയിലായിരിക്കും താല്പര്യം ഉണ്ടാകുക, ചില കുട്ടിക്ക് ടീച്ചിങ്ങിലായിരിക്കും താല്പര്യം ഉണ്ടാകുക. അപ്പൊ അവന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്താണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അപ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ്, ഇപ്പൊ സിജിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്, സിഡാറ്റ്, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പൊ അത്തരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടിക്ക് കുറച്ചും കൂടി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ പിന്നെ ഈ കുട്ടിക്ക് യൂണിഫോം പോസ്റ്റിലൊക്കെ പോകാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അവരെ ഇതിലേക്ക് ഗൈഡ് ചെയ്യാം. നമുക്ക് എന്തായാലും ഒരാളെ നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് ഒന്നിലേക്കും, അത് സൈനിക മേഖല എന്ന് മാത്രമല്ല ഏത് മേഖലയായാലും നമുക്കൊരു ഫോഴ്സ് ചെയ്തിട്ട് ഇന്ന കുട്ടി ഇതിലേക്ക് പോയിക്കോ എന്ന് പറയാൻ പറ്റില്ല. കുട്ടിയുടെ കൃത്യമായ ജെന്യുവൻ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡും അവന്റെ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ അവന്റെ പേഴ്സണാലിറ്റി ടൈപ്പും കൂടി നോക്കണം. പ്രത്യേകിച്ച് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കേണ്ട ഈ ഒരു മേഖല പേഴ്സണാലിറ്റി ടൈപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പട്ടാളത്തിലൊക്കെ ആണെങ്കിൽ കിക്ക് ആക്ഷൻ, കിക്ക് റിയാക്ഷൻ ഒക്കെ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവ് കാണും അല്ലെ. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ പ്രോബ്ലം സോൾവിങ്ങിനുള്ള കഴിവുണ്ടാകണം, ഡിസിഷൻ മേക്കിങ്ങിനുള്ള കഴിവുണ്ടാവണം. അപ്പൊ ആ രീതിയിൽ പെട്ടെന്ന് ആക്ഷൻ ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേഴ്സണാലിറ്റി ടൈപ്പുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ ഇതിലേക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നമ്മൾ നിർബന്ധിച്ചിട്ട് ഒരാളെ പട്ടാളത്തിലേക്ക് അയക്കേണ്ട ഒരു ആവശ്യമില്ല, അതാവുകയില്ല. അപ്പൊ അത് കുട്ടീൻ്റെ ഒരു അഭിരുചിയും ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് ഒക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റൂ. കാരണം ഇപ്പൊ നമുക്കറിയാം SPC ഉണ്ട്, നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടികൾ. പിന്നെ അതുപോലെ തന്നെ NCC ഉണ്ട്, പല സ്കൂളുകളിലും കോളേജുകളിലും NCC ഉണ്ട്. അപ്പൊ അതിലൊക്കെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളത് അവർക്ക് ഒരു ആഗ്രഹമായിരിക്കും, അവരുടെ ഒരു ഡ്രീം ആയിരിക്കും. ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഇപ്പൊ എഞ്ചിനീയറിംഗ് മെഡിക്കലിലൊക്കെ പോകുന്നത് പോലെ ഈ ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഡ്രീമാണ്, ഒരു ഡ്രീം കരിയറാണ് ഒരു പട്ടാളത്തിലെത്തുക, അല്ലെങ്കിൽ അതൊരു യൂണിഫോം പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവരുടെ പൊട്ടൻഷ്യൽ വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പരീക്ഷകൾ ക്വാളിഫൈ ചെയ്തിട്ട് അതിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് NCC ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ ഒരു ഡ്രീമാണ് ഒരു പട്ടാളത്തിൽ എത്തുക, ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളത്. ഇത് ദൗർഭാഗ്യവശാൽ പിന്നീട് ഒരു ആക്സിഡന്റ് വന്നു, ശരീരത്തിന്റെ ഒരു ഭാഗം കട്ടായത് കൊണ്ട് നമുക്ക് പിന്നെ പട്ടാളത്തിലേക്ക് പോകാൻ പറ്റില്ല. നമ്മളൊരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലക്ക് ടീച്ചിങ് ആ രീതിയിലേക്ക് പോകാൻ സാധിച്ചു. അപ്പൊ ആ രീതിയിൽ എന്തായാലും ഒരു യൂണിഫോം പോസ്റ്റിനോട് താല്പര്യമുള്ള കുട്ടികൾക്ക് നമുക്ക് ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരെ നമുക്ക് അവിടേക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ. Yeah, thank you for sharing your in-depth knowledge. It's very convincing. Thank you so much. Okay, any other queries? Sir, can you suggest some good coaching centers across Kerala? കേരളത്തിൽ NDA കോച്ചിങ് വിസിറ്റ് ചെയ്ത് കുറവാണ്. നമുക്ക് അങ്ങനെ പുറത്തൊക്കെ പോകാൻ പറ്റുമെങ്കിൽ പൂനെയിൽ ബേസ് ചെയ്തിട്ട് ധാരാളം കോച്ചിങ് സെന്ററുകളുണ്ട്, അത് നോക്കാൻ പറ്റും. ഇപ്പോൾ മലയാളികൾ നടത്തുന്ന കോച്ചിങ് സെന്ററുകളൊക്കെ ഉണ്ട് പൂനെയിലൊക്കെ, കുറച്ചുകൂടി നല്ല റിസൾട്ടുള്ള സ്ഥാപനങ്ങൾ കാണും. കേരളത്തിൽ പൊതുവെ ഇത് കുറവാണ്. പിന്നെ ഇതിൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സൈനിക സ്കൂളുകളൊക്കെ ഉണ്ട്. ഈ 6ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ് സൈനിക സ്കൂളിലേക്ക് നമ്മൾ കുട്ടികളെ ചേർക്കുകയാണെങ്കിൽ അവർക്ക് അവിടുന്ന് ആ സ്കൂളിന്റെ കോച്ചിങ്ങിന്റെ കൂടെ തന്നെ ഇവർക്ക് ഈ പട്ടാളത്തിന്റെ NDA പരീക്ഷ എഴുതാനുള്ള കോച്ചിങ് കൂടി കൊടുക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ ധാരാളം കുട്ടികൾ ആ രീതിയിലേക്ക് വരുന്ന കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നേരത്തെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു രക്ഷിതാവ് തോന്നുകയാണ് ഈ കുട്ടിക്ക് ആ രീതിയിലുള്ള കഴിവുണ്ട്, അങ്ങനെ പോകാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു സൈനിക സ്കൂളുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സൈനിക സ്കൂളുകളുണ്ട്. അപ്പോൾ അവിടെ 6ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രവേശനമുണ്ട്, അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലേക്ക് പ്രവേശനമുണ്ട്. അപ്പോൾ അതിലൂടെ പിന്നെ ഒരു 9ാം ക്ലാസ്സിലൊക്കെ ചേരുന്ന കുട്ടികളാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ അതിന്റെ പരിശീലനമുണ്ട്, NDA ഒരു പരിശീലനം കൂടിയും കിട്ടും. അപ്പോൾ ആ രീതിയും നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഓക്കെ. ആരോ മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ടൊരു മെസ്സേജ് ഉണ്ട്. Sir, SSB ഇന്റർവ്യൂവിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞു തരുമോ? അതില് ഓഫീസ് ലൈക്ക് ക്വാളിറ്റീസ് എന്താണ്? ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് ഇല്ലേ OLQ SSB ഇന്റർവ്യൂവില്? അതെ. SSB ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. നമ്മുടെ ഈ എഴുത്ത് പരീക്ഷ പാസ്സാകുക എന്നുള്ളത് തന്നെ വളരെ ഡിഫിക്കൽട്ടി ലെവലായിട്ടുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഈ ഒരു ജോലിക്ക് ആപ്റ്റ് ആണോ എന്നുള്ളതാണ്
നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അത് സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവും, പിന്നെ പട്ടാളക്കാരുണ്ടാവും, പല ആളുകളുണ്ടാവും. നമ്മൾ അറിയില്ല, ഡയറക്റ്റ് ആയിരിക്കില്ല, ഇൻഡയറക്റ്റ്ലി അവർ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും നമ്മൾ സംസാരിക്കുന്ന സമയത്തും നമ്മുടെ ഇടപെടലുകൾ, മാനേഴ്സ്, നമ്മുടെ കിടത്തം, ഉറക്കം ഒക്കെ മൊത്തം അവർ വാച്ച് ചെയ്യും. നമ്മൾ 5 ദിവസത്തെ ഒരു ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ പിന്നെ കൃത്യമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഒരുങ്ങണം. അപ്പൊ ആ രീതിയിലൊക്കെ അതിന്റെ പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ സഹായം തേടാൻ നിങ്ങൾക്ക്. കാരണം ഇതിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത ആളുകളൊക്കെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ പരിശീലനം കൊടുക്കുന്നത്, SSB ഇന്റർവ്യൂവിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങൾക്ക് മികച്ച ഒരു നേട്ടമായിരിക്കും, ഒരു പ്ലസ് ആയിരിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണെങ്കിൽ SSB ഇന്റർവ്യൂക്ക് മാത്രമായിട്ട് എത്ര സ്ഥാപനങ്ങൾ കോച്ചിങ് പോണെങ്കിൽ ആ രീതിയിലും നോക്കാവുന്നതാണ്. ഓക്കെ, സാറേ, SSBക്ക് കോച്ചിങ് എന്ന് പറയുന്നത് ആപ്റ്റ് ആണോ? കാരണം അത് പേഴ്സണാലിറ്റി ബിഹേവിയർ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അതിനെങ്ങനെ ഉണ്ട്, ഉണ്ട്, കോച്ചിങ് ഉണ്ട്. കൊണ്ട് മാറ്റം വരുത്താൻ പറ്റുക? അല്ല, അങ്ങനെയല്ല. കോച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ റിട്ടേൺ ടെസ്റ്റിന്റെ കോച്ചിങ് ആണെന്ന് പറഞ്ഞത്. റിട്ടേൺ ടെസ്റ്റിന്റെ കോച്ചിങ്ങും പിന്നെ ഈ SSBനെ കുറിച്ച് നമ്മൾ അറിയണമല്ലോ, അതിന്റെ ഡീപ്പായിട്ട് അറിയണമല്ലോ. അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്കൊരു ബോധപൂർവമായ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കും. നമ്മളൊരാൾ നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂവിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് അവർ നിരീക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉള്ള കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു ഇടപെടൽ, ബോധപൂർവമായ ഇടപെടലിലൂടെ കുറച്ചും കൂടി അവന്റെ ഒരു ബിഹേവിയർ ഒക്കെ കുറച്ചും കൂടി നന്നാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഇനി ഹലോ, ഗുഡ് അതല്ല, മോർണിംഗ് സാർ. ആരോ സംസാരിക്കുന്നുണ്ടോ? ഉണ്ട് സാർ. പറയൂ. സാർ, എൻ്റെ പേര് അരുൺ ഹരി എന്നാണ്. ഞാനിപ്പം കറന്റ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അപ്പം എനിക്ക് CDSലേക്ക് വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. ആ സാർ, അപ്പം നമുക്ക് മെഡിക്കലി ഫിറ്റ് ആണോ എന്ന് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. മീൻസ് ഈ ആർമിയിൽ നിന്ന് റിട്ടയർ ആയി വന്ന ഡോക്ടേഴ്സിന്റെ അടുത്ത് വല്ലതും പോയി. അതെ, അതിനാണ് നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളുടെ സഹായം തേടാം. അപ്പൊ അവര് ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് അവര് വാച്ച് ചെയ്യും, അതിന്റെ ടെസ്റ്റുകളൊക്കെ നടത്തും. അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ നേടാം, അല്ലെങ്കിൽ ഇതേപോലെ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളുകളുണ്ടാവും, അവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് കിട്ടും. പിന്നെ നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, 100 പേജുള്ള നോട്ടിഫിക്കേഷനാണ്. അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സാർ, ഫോൾട്ട് എൻ്റെ ഉണ്ടെങ്കിൽ അതിനകത്ത് ടീത്തിന് ഒരു ചെറിയൊരു ഡിസോർഡർ പോലെ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ പല്ലെ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ആ ആ അതിനുവേണ്ടി പല്ല് 2 മീൻസ് മൊത്തം ടോട്ടൽ 4 പല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ആ അപ്പം അതങ്ങനെ വരുമ്പോഴത്തേക്കും മെഡിക്കലി അൺഫിറ്റ് ആയി പോകുമോ അറിയാൻ വേണ്ടിയായിരുന്നു. അല്ല, അതൊക്കെ നിങ്ങൾ വളരെ ടെക്നിക്കലായിട്ടുള്ള സംഗതികളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനത്തെ കോൺടാക്ട് ചെയ്താൽ വളരെ കൃത്യമായിട്ടുള്ള സംഗതി കിട്ടും നിങ്ങൾക്ക്. സാർ, കേരളത്തിൽ അങ്ങനെ സാറിന് ഒരെണ്ണം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ, കോച്ചിങ് സെന്റർ? കേരളത്തില് ചില സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ, ഈ പ്രീ റിക്രൂട്ട്മെന്റ് ഇതൊക്കെ ഉള്ള കൊടുക്കുന്ന ചില കോച്ചിങ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത്രത്തോളം ഈ CDSE NDA അത്രത്തോളം കേരളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. CDSE NDA ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പുറത്തു പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ്. ആ ഓക്കെ സാർ. ഓക്കെ ഓക്കെ നെക്സ്റ്റ്. സാർ സാർ യെസ്. ഞാൻ ഇപ്പൊ കറന്റ്ലി 16 ആണ്. ഇപ്പൊ +1 ആ അപ്പൊ CDS എഴുതാനുള്ള ഒരു പ്ലാൻ. അപ്പൊ നീ എന്ത് വെച്ചാല് അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് NDA എഴുതാം. അപ്പൊ NDA എഴുതി തുടങ്ങാം. NDA സെക്കൻഡ് ഇയറിൽ 2 പ്രാവശ്യം എഴുതാം. പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ചിലപ്പോൾ 19 വയസ്സ് വരെ നിനക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത് എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന തന്നെ നിനക്ക് CDSന് കുറച്ചൊരു ഗുണം ചെയ്യാൻ തരാം. അതിന്റെ പരീക്ഷയും ഇതൊക്കെ ആയിട്ട് ചെറിയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. പിന്നെ അതിന്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാം, റാങ്ക് ഫയൽ വാങ്ങിയിട്ട് അത് പഠിക്കുക. പിന്നെ യൂട്യൂബിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. പിന്നെ ഓൺലൈനായിട്ട് ഇങ്ങനെ റിട്ടേൺ ടെസ്റ്റ് കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അതിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. എന്നിട്ട് ഡിഗ്രി ഫൈനൽ ആകുമ്പോഴാണെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെന്ററിന്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പൊ അത് ഇപ്പം തന്നെ അത് ഗോൾ സെറ്റ് ചെയ്തിട്ട് CDSന്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ആ ടെസ്റ്റ് പാസ്സാകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ട് ഇപ്പൊ മുമ്പോട്ട് പോവാം. പിന്നെ അതിന്റെ ഇന്റർവ്യൂവും മറ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്യുന്ന രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്, ക്ലിയർ ആക്കാൻ പറ്റും. അപ്പൊ ഇപ്പം തന്നെ ഒരു എയിം ഉണ്ടെങ്കിൽ, ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി കഴിയുമ്പോഴേക്ക് അതിലേക്ക് എത്താൻ പറ്റും. ഡിഗ്രി ഫൈനൽ ഇയറിൽ തന്നെ എഴുതാം. ഡിഗ്രി നമുക്ക് പരീക്ഷ എഴുതി നമ്മൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. പരീക്ഷ റിസൾട്ട് വരണമെന്നൊന്നുമില്ല.
ഇതിനെ പറ്റിയ ഡിഗ്രി ഏതായിരിക്കും? ഇപ്പൊ സയൻസ് വിഷയമാണോ? അതെ. അങ്ങനെയാണെങ്കിൽ ബിടെക് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിലും പോവാം. ആർമി പോവാ, നേവി പോവാ, എയർഫോഴ്സ് പോവാ. ബിടെക് എടുത്താൽ മതി. ഓ ആ ഓക്കെ ഓക്കെ സാർ, താങ്ക് എഞ്ചിനീയറിംഗ് യു. 4 കൊല്ലത്തെ ഡിഗ്രി എടുക്കുക, അതിന്റെ കൂടെ ഇതൊന്ന് സൈഡായിട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഓക്കെ ആ ഓക്കെ 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 സാർ. സാർ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ ഞാനിപ്പോ +1 പഠിക്കണേ. എന്റെ പേര് ആ ശ്രീലക്ഷ്മി എന്നാണ്. ആ അപ്പൊ മറ്റേ എവിടെയാ സ്ഥലം? ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റി പറഞ്ഞില്ലേ, പറയൂ. അതില് മറ്റേ ഹൈറ്റ് ശരിക്കും മറ്റേ 150-60 കുറവാണെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റൂലേ? അതായത് മിനിമം ഹൈറ്റ് എത്രയാണോ പറയുന്നത് അത് ഉണ്ടായിരിക്കണം. അത് കൂടിയാൽ പ്രശ്നമല്ല, കുറയാൻ പാടില്ല. ഓ, കുറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ആക്കൂല അല്ലേ? ഇല്ല. ഇപ്പൊ 156 പറഞ്ഞെങ്കിൽ 155 ആയാലും കിട്ടൂല. അതായത് 157 8 ഉണ്ടെങ്കിൽ കിട്ടും. കൂടിയാൽ പ്രശ്നമില്ല, കുറയാൻ പാടില്ല. ഇതിന്റെ എല്ലാ ഫീൽഡിലും ഹൈറ്റ് കൺസിഡർ ചെയ്യോ? ഏത്? എല്ലാ ഫീൽഡിലേക്കും ഹൈറ്റ് കൺസിഡർ ചെയ്യുമല്ലേ? അത് കമ്പൽസറിയാണ്. ഹൈറ്റ് വെയിറ്റ് കമ്പൽസറിയാണ്. അതൊരു നിശ്ചിത ഹൈറ്റ് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹൈറ്റിന്റെ അനുസരിച്ചുള്ള വെയിറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളൊരു ചാർട്ട് ഉണ്ടല്ലോ, ഇന്ന് ഇത്ര ഹൈറ്റുള്ള, ഇപ്പൊ 157 ഉള്ള ആളാണെങ്കിൽ ഇത്ര വെയിറ്റ് വേണം, 158 ഉള്ള ആളാണെങ്കിൽ ഇത്ര വെയിറ്റ് വേണം. ആ രീതിയിൽ അത് ചെയ്യണം. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ ഇനി എന്തെങ്കിലും ക്വറീസ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പറയുന്നുണ്ടോ? എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സാർ ചാറ്റ് ആ ബോക്സിൽ എൻക്വയറീസ് വന്നിട്ടുണ്ട്. ചാറ്റ് ബോക്സ് ഒന്ന് വായിക്കോ, ഞാൻ കാണുന്നില്ല. ഫിസിക്കൽ അതിന്റെ മെഷർമെന്റ് മാത്രമല്ല ഉള്ളതെന്ന് ചോദിച്ചിട്ട്, അതായത് ആ ഓട്ടം ചാട്ടം ഫസ്റ്റ് ലെവലിലുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഇല്ല, ഫിസിക്കൽ മെഷർമെന്റ് ആണ് കാര്യമായിട്ടുണ്ടാകുക. അത് ഓക്കെ ആയിരിക്കണം. പിന്നെ മെഡിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാവും. നമ്മുടെ കാലിന്റെ ഇത് ഓരോ കാല്, കൈ, നഖം, അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, കണ്ണ്, മൂക്ക്, ചെവി, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും. അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യില്ല. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വൈൻഡ് ആർക്കും ഡൗട്ട്സ് ഒന്നും. വൈൻഡപ്പിലേക്കാണ്. സാറേ ഒരു ഡൗട്ട് ഓക്കെ. കൂടി ചോദിച്ചോട്ടെ? പറയൂ. SHB ഇന്റർവ്യൂല് 400 ആൾക്കാരല്ല അറ്റംപ്റ്റ് ചെയ്യുന്നതിൽ അതിൽ വെറും 4 ആൾക്കാരെ മാത്രം റിക്കമെൻഡ് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതിപ്പോ എത്രയാണോ ആളുകൾ ആവശ്യമുള്ളത് അതിന്റെ ഒരു നിശ്ചിത ഇരട്ടി ആളുകളെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ 400 ഒഴിവാളുള്ളതെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളെയാണ് എടുക്കുക. അതിൽ നിന്നാണ് ഇന്റർവ്യൂ ചെയ്തിട്ട് ആ 400ലേക്ക് എത്തിക്കുക. അപ്പോൾ ഇന്റർവ്യൂവിന്റെ മാർക്കും നിങ്ങളുടെ ടെസ്റ്റിന്റെ മാർക്കും രണ്ടും നോക്കും. അത് രണ്ടും നോക്കി ടോട്ടൽ ആയിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആ റാങ്ക് ലിസ്റ്റിലാണ് ഫൈനലായിട്ട് ആളുകളെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓവർ ടു യു അഡ്മിൻ. ഓക്കെ ചെയ്യാം. തന്നെ പറയണം എല്ലാവർക്കും. ഇന്നത്തെ സൺഡേ സെക്ഷൻ സാറ്